ഹായ് ഹലോ NY വോയിസ് ഓവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ആദർശം തമ്മിലുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ദേവനിക്ക് ഭയങ്കരമായിട്ട് കലിപ്പ് വരാണ് കേട്ടോ. ഒരു സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നയനോട് പറഞ്ഞിട്ട് ദേവനോട് പോലും പറയാതെയാണ് ആദർശ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ജലജ വന്നിട്ട് പിരികയറ്റിയാണ്, കണ്ടോ ഇത്ര വർഷമായിട്ട് നിന്നെ എല്ലാം പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പം എല്ലാം മാറി, ഇപ്പോൾ അവൻ്റെ ഭാര്യയാണ്, അവനെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പിരി കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആദർശം ദേവനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും മുത്തശ്ശന് വേണ്ടിയിട്ട്, മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട്, മുത്തശ്ശന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നയനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നത്. എന്നാൽ ദേവേനി ഇതിന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഒരു ജോലിക്കാരി വന്നിട്ട് ദേവിയോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ക്യാഷ് അഡ്വാൻസ് തരാമോ, അത്യാവശ്യമാണെന്ന് പറയുമ്പം ഇപ്പോൾ കുറേ വട്ടമായാലും നീ എൻ്റെ അടുത്തുനിന്നും ആദ്യം അടുത്തുനിന്ന് ക്യാഷൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്, ഇങ്ങനെ മേടിച്ചാൽ നിനക്ക് ജോലിക്ക് ക്യാഷ് തരാൻ അങ്ങോട്ടൊന്നും ഇല്ല, അഡ്വാൻസ് ഇങ്ങോട്ട് തരാനേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഞങ്ങൾ പൈസ തരാൻ പറ്റില്ല, നീ പോകുമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആട്ടി ഇറക്കി വിടണം കേട്ടോ ദേവയാനി. ഈ സമയത്ത് ഇതെല്ലാം ജലജ എന്നിട്ട് കാണാണ്. ജലജ പോയിട്ട് പറയുകയാണ്, അതെ നിന്നോട് ഒരു കാര്യം പറയട്ടെ, അവളോട് പോയി ചോദിച്ചാൽ ഒരിക്കലും ക്യാഷ് കിട്ടില്ല, ദേവന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചോളാം. അതിന് പകരമായിട്ട് അവളുടെ മരുമകളുണ്ടല്ലോ, അവളൊരു പാവ, അവൾക്ക് ചോദിച്ചാൽ നിനക്ക് ക്യാഷ് കിട്ടും. അപ്പോഴേക്കും മീനാക്ഷി പറയണം, അതങ്ങനെ അമ്മേ, അവരോട് ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യം മരുമകളോട് ചോദിച്ചാൽ ഇനി അവർ തമ്മിൽ പ്രശ്നമാവില്ലേ. അപ്പോൾ ജലജ പറയണം, നീ അതൊന്നും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല, നീ നിന്റെ കാര്യം നോക്കുക, നിനക്ക് ക്യാഷ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ പോയിട്ട് നയനോട് നിന്റെ അവസ്ഥ പറ, അവളുടെ മനസ്സ് നല്ല മനസ്സാണ്, അതുകൊണ്ട് നിനക്ക് ഈ ക്യാഷ് ഒന്ന് സഹായിക്കുമെന്ന് പറയണം. അങ്ങനെ ആ മീനാക്ഷി പോയിട്ട് നയനോട് ഇതുപോലെ കാര്യങ്ങൾ പറയാണ്. ഒരു കടംകാരനുണ്ട്, അയാൾക്ക് 1000 രൂപ കൊടുക്കാൻ, 10,000 രൂപ കൊടുക്കാനുണ്ട്, അയാൾ വീട്ടിലെന്തൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാഷ് തരുമോ ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന പോയിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, ഇതുപോലെ മീനാക്ഷി ചേച്ചി പറഞ്ഞു ക്യാഷ് കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണം, അതിനെന്താ കുഴപ്പം, കബോർഡിലുള്ള ക്യാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് ചോദിക്കുക പോലും വേണ്ട, നിനക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് നയനോട് പറയുകയാണ്. അങ്ങനെ നയന പോയിട്ട് ആ ക്യാഷ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ മീനാക്ഷിക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ നേരെ പോയിട്ട് ദേവേണ്ട പറയാണ്, നീയല്ലേ മീനാക്ഷിക്ക് ക്യാഷ് കൊടുക്കില്ല പൊക്കോളാൻ പറഞ്ഞത്, നിന്റെ മരുമോള് കാണിക്കുന്നത് കണ്ടോ, അവൾ തന്നില്ലെങ്കിൽ എന്താ, ഞാൻ തരും ക്യാഷ്, ഞാനാണ് ഈ വീടിൻ്റെ മൂത്ത മരുമകളെന്നും പറഞ്ഞിട്ട് നയനെ കൊണ്ട് അവൾക്ക് ക്യാഷ് കൊടുക്കുകയാണെന്നും പറഞ്ഞ് പിരി കയറ്റിക്കൊണ്ട് ദേവേനെയും കൂട്ടിക്കൊണ്ട് ജലജ വരികയാണ്. അങ്ങനെ ജലജ അവിടെ വരുമ്പോൾ, ജലജയും ദേവേനോട് വരുമ്പോൾ കാണുന്ന കാഴ്ച നയന ഇങ്ങനെ മീനാക്ഷിയുടെ നേരെ ക്യാഷ് നീട്ടുന്നതാണ്. അപ്പോഴേക്കും ദേവേനി നയന എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ നയന ഞെട്ടി തിരിഞ്ഞ് അവരെ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴേക്കും നീ എന്താടി കാണിക്കുന്നത് ചോദിക്കുമ്പം എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം 6 രൂപ വെച്ചിട്ട് നീ ക്യാഷ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പം അല്ല മീനാക്ഷി ചേച്ചി എന്നിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദർശേട്ടനോട് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേ, അങ്ങനെ ആദർശനോട് ചോദിച്ചെന്ന് പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞാൻ പൈസ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞപ്പോൾ അവർ അവസ്ഥ പറഞ്ഞുകൊണ്ട് കൊടുത്താണ്. അപ്പം അത് ചോദിക്കാൻ നീ ആരാ? അപ്പോഴേക്കും ജലജ പറഞ്ഞു, കണ്ടോ ഏട്ടത്തി, നീ അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ചെയ്തത്, നിങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ വാശിക്ക് കൊടുത്താന്ന് പറയുമ്പോൾ നയനെ പറയണം, അയ്യോ സത്യമായിട്ട് ഇല്ല അമ്മേ, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, നിങ്ങൾ അമ്മ ക്യാഷ് കൊടുക്കില്ലെന്ന് പറഞ്ഞ കാര്യം സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ വേലക്കാരി അമ്മയെ സത്യത്തെ സംഭവിച്ചതെന്ന് പറയാൻ വരുമ്പോഴേക്കും ജലജ പറയണം, മിണ്ടരുത്, നീ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മിണ്ടാതെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിന് സത്യം പറയാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് ഇറക്കി വിടാണ് ജലജ. അപ്പോഴേക്കും നയന പറയാണ്, സത്യമായിട്ടും അമ്മ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു, അവരൊന്ന് ക്യാഷ് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എടുത്ത് കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് കരയാണ്. ഈ സമയത്ത് മുത്തശ്ശിയൊക്കെ വന്നിട്ട് അവിടെ എല്ലാവരും മിണ്ടാതെ നിങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മ പറയാണ്, ദേവയാനി ജലജ പറഞ്ഞാൽ എന്തോ കള്ളത്തരമുണ്ട്, നയന ഒരിക്കലും അറിഞ്ഞു കാണില്ല, നീ കൊടുക്കില്ലെന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ജലജ പറയണം, ഓഹോ അവസാനം അപ്പം അതും എൻ്റെ തലയിൽ വന്നു എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എങ്ങനെ വരാതിരിക്കും, നിന്റെ കയ്യിൽ ഇപ്പം അങ്ങനെയല്ലേ എല്ലാവരും പറയാൻ കേട്ടോ. അങ്ങനെ നയന പറയാണ്, എനിക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യം ഇല്ലാമേ, ഞാൻ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്, അതിലിപ്പോൾ എന്താ തെറ്റെന്ന് ചോദിക്കുമ്പോഴത്തേന് ഓഹോ നീ എന്നെ മറുത്ത് പറയാൻ ആയോടിയെന്ന് ചോദിച്ചിട്ട് നയനയുടെ നേരെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങാണ്. കൈ ഓങ്ങുന്ന സമയം നോക്കി ആദർശ് എന്നിട്ട് ദേവനുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കയറി പിടിക്കുമ്പോൾ തന്നെ ദേവന് ഭയങ്കര അടങ്ങ കലിപ്പവാണ്, നീ എൻ്റെ കയ്യിൽ പിടിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്താടാ ആദ്യം നീ എൻ്റെ കയ്യിൽ പിടിക്കാറായെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുമ്പം അമ്മ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും ദേവനെ അങ്ങ് തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞ അതെ അമ്മ ചെയ്ത തെറ്റ് തന്നെയാണ്, നയന വന്ന് എന്നോടാണ് ക്യാഷ് ചോദിച്ചത്, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനാണ് കൊടുത്തോളാൻ പറഞ്ഞ് കൊടുത്തു വിട്ടതെന്ന് പറയുകയാണ്. അതുകൊണ്ട് നയനെ കുറ്റപ്പറയാൻ ഇനി ഇവിടെ ആരും നിൽക്കണ്ട, ഇനി ഈ വീട്ടിൽ ആരും നയനെ മേലെ കൈ ഉയർത്ത് ഒന്നും ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ തന്നെ മരുമകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന കയറി പെൺകുട്ടിയുടെ മേലെ ആരാണെങ്കിലും കൈ നീട്ടുന്നത് അത് ശരിയായ നടപടിയല്ല, അത് ഭയങ്കര മോശമായിപ്പോയി അമ്മ കാണിച്ചെന്ന് പറയുമ്പോഴേക്കും ദേവേനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഓഹോ അപ്പോൾ എന്നെ തന്നെ പറയാറായില്ലടാ നീ എന്നും പറഞ്ഞിട്ട് ദേവേനി ഭയങ്കരമായിട്ട് കലിപ്പിച്ചുകൊണ്ട് നിൽക്കണം. അതിനുശേഷം കാണിക്കുന്നത്
ദേവയാനി പറയാണ്, ഓക്കെ ഈ എല്ലാവരും നിർത്ത്, ഞാൻ സമ്മതിച്ചു, ഞാനാണ് തെറ്റുകാരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഞാൻ ആരോടും മിണ്ടുന്നു ഒന്നുമല്ല, ഞാൻ എൻ്റെ പാടെ വിധി ഈ ഇട്ട് ജീവിച്ചോളാം, ഇനി എനിക്കിവിടുത്തെ ഒരു അധികാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെടാണ്. ഈ സമയത്ത് നയനെ കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടിപ്പോരുത്, നീ കാരണമാണ് എല്ലാം എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട മുറിയിലേക്ക് പോന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ വഴിക്ക് പിരിഞ്ഞു പോവാണ്. ഇതേ സമയത്ത് തന്നെ കാപ്പിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ട് ഹാളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വന്നിട്ട് ദേവയാനി ആണെങ്കിൽ തന്നെ പോയിട്ട് നയനെ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവയാനി തന്നെ വന്നിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുകയാണ്, എന്താ ദേവയാനി കാണിക്കുന്നത്, നീ ഇവിടെ തനിയെ ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണോ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുമ്പോഴേക്കും ദേവയാനി പറയാണ്, ഇല്ല ഞാൻ വരില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് തന്നെ പറയുകയാണ്. ഇതിന് തൊട്ട് മുമ്പേ തന്നെ നയനെ പോയിട്ട് ദേവയാനി അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. മരുന്നക്ക് ഇറങ്ങി പൊടിയെന്നും പറഞ്ഞ് വാതിൽ നയനയുടെ മുഖത്ത് കുട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നയനെ കരഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും വിളമ്പുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ദേവയുടെ അടുത്തേക്ക് പോയി ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണം, എന്താ അമ്മ എൻ്റെ ഭാഗത്തും ചിന്തിച്ച് നോക്ക്, അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയണം. അല്ല, നീ വീടിൻ്റെ മൂത്ത മരുമകളല്ലേ, ഈ വീട് തന്നെ തച്ചുടയ്ക്കാൻ നീ തീരുമാനിച്ചോ, നീ ഇപ്പം എൻ്റെ പാത്രത്തിൽ ചോറ് വിളമ്പി കഴിക്കാൻ തുടങ്ങിയാൽ ഈ വീട്ടിൽ നാളെ അത് കണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ആവും. ശരി, നീ അങ്ങനെ ചെയ്തോ, നാളെ മുതൽ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എൻ്റെ മരുമകളല്ലേ, ഇനി നിന്നോട് മിണ്ടത്തുമില്ല, നീയോട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഞാൻ ഇനി നിന്നോട് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവന് പറയുമ്പോൾ ദേവന് പറഞ്ഞാൽ, അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ, പിന്നെ അങ്ങനെ ഞാൻ പറയണം, നീ നിൻ്റെ മരുമകളോട് അതല്ലേ കാണിക്കുന്നത്, ഞങ്ങളുടെ എല്ലാവരും നീ അതല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്കിനി ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കഴിക്കണമെങ്കിൽ മാത്രം എനിക്ക് ഭക്ഷണം മതി, അല്ലാതെ എനിക്ക് ഭക്ഷണമേ വേണ്ട എന്നും പറഞ്ഞിട്ട് മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകണം. ചെറിയച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും അവിടെ പിരിഞ്ഞു പോകണം. ആദർശം എല്ലാവരും പോകുന്നു. അപ്പോൾ നയന വളരെ സങ്കടപ്പെട്ടാണ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവന് മുറിയിലേക്ക് പോകാൻ നയനെ പറയണം, അമ്മ എനിക്കൊരു അത്യാവശ്യമായിട്ട് കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോൾ, നീ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്, നീ ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോൾ, ഇല്ല അമ്മ എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ, അമ്മ എനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ, എന്ത് സംസാരിക്കാനാണ് നിനക്ക് പറയടി എന്നുള്ള ചോദിക്കുമ്പോൾ പറയാണ്, അതമ്മ വേറൊന്നുമല്ല, അമ്മ ഇപ്പോൾ കാണിക്കുന്നത് എന്തൊക്കെയാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ, അമ്മ കാരണം ഈ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുക, അമ്മ എന്നെ തോപ്പിക്കാനല്ലേ കരുതുന്നത്, അതിന് അമ്മ എന്തിനാ ബാക്കിയുള്ളവർ വിഷമിപ്പിക്കും ചോദിക്കുമ്പോൾ, ഓഹോ അപ്പം ഞാൻ തെറ്റുകാരൻ നീ പറഞ്ഞു തരുവാണോ, അമ്മയെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നിട്ട് നയന വേറെ റൂട്ട് പിടിക്കുകയാണ്. സ്നേഹത്തോട് പറഞ്ഞിട്ട് അമ്മ മനസ്സിലാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കാണ് കേട്ടോ. എന്നിട്ട് പറയണം, ഇപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ, എന്നോട് അമ്മ പിണങ്ങി മാറി നിന്നപ്പം എന്നോട് എല്ലാവരും മിണ്ടുന്നുണ്ട്, അമ്മയോട് ആരും മിണ്ടാത്തത്, അമ്മ ഫുഡ് കഴിക്കുന്ന പറഞ്ഞപ്പം എല്ലാവരും ഫുഡ് കഴിക്കാതെ പോയി, പക്ഷേ വിശക്കുമ്പം അവർ തന്നെ ഒന്ന് ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളിലും അമ്മയുടെ ഇവിടുത്തെ വില നഷ്ടപ്പെടും. അത് മാത്രമല്ല അമ്മേനെ എല്ലാവരും അവോയ്ഡ് ചെയ്യാനും തുടങ്ങും. അമ്മ ഒന്നിനെ പങ്കെടുക്കാനായാൽ, അവളാണ് ഈ വീട്ടിലെ ഏറ്റവും കുശുമ്പത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ വീടിനെ തച്ചുടയ്ക്കാൻ വന്നവളാണ് അവളെന്നും പറഞ്ഞിട്ട് അമ്മേനെ എല്ലാവരും ഒഴിവാക്കി നിർത്തും. അമ്മയുടെ മോനാണെങ്കിൽ മറ്റാരെന്ത് പറഞ്ഞാലും മറ്റാരെക്കാട്ടിലും അമ്മേനെ സ്നേഹിക്കുന്നത് അമ്മയുടെ മോനാണ്. അമ്മയുടെ മോന് ഈ ലോകത്ത് മറ്റാരെക്കാട്ടിലും അമ്മേനാണ് ഇഷ്ടം. ഒരിക്കലും ഇതുവരെ ഞാൻ എൻ്റെ ഭർത്താവിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പക്ഷേ ഇനി മുതൽ ഞാനത് ചെയ്യാൻ പോവാം അമ്മ പിണങ്ങിയിരുന്നാൽ. അതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ തീരുമാനിക്കാം, അമ്മ ഈ രീതിക്കാണ് തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാവരും അമ്മയെ ഓർത്ത് കുറച്ച് ദിവസം സങ്കടപ്പെടും, പിന്നെ എല്ലാവരും എൻ്റെ വഴിക്ക് വരും, പിന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനായിരിക്കും എന്നും പറഞ്ഞൊന്ന് ഭീഷണിയുടെ ഇപ്പോൾ എടുത്തിട്ട് പോകാൻ കേട്ടോ. അമ്മ കാരണം ഈ വീട്ടിൽ എല്ലാവരും സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുകയാണെന്നൊക്കെ പറയുന്നത് നയന പോയതിനു ശേഷം നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കാൻ കേട്ടോ. ദേവയാനിക്ക് മനസ്സിലാവണം താൻ ചെയ്ത് തെറ്റാണെന്നും താൻ അവിടെ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. അങ്ങനെ ദേവയാനി ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മാറാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാറിയതിന് ശേഷം ദേവയാനി ആദർശനെ വിളിച്ചിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് ആദർശനോട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹാളിൽ വന്നിട്ട്, നയന ഇത്രയും സമയമായില്ലേ, എല്ലാവർക്കും കാഫി എടുത്ത് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കോഫിയൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്കാനൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി വന്നു. നയന ഇപ്പം ചെയ്യാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് സന്തോഷമായിട്ട് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പം നയന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശനെ ദേവയാനിക്ക് മാറ്റം ഉണ്ടായല്ലോ. അപ്പോൾ ദേവയാനി ആദർശനോട് മിണ്ടിയോണ്ട് തന്നെ ആദർശം ഓടി ചെന്നിട്ട് തിരിഞ്ഞിരിക്കുന്ന നയനെ പൊക്കിയെടുത്തിട്ട്, എൻ്റെ അമ്മ എന്നോട് മിണ്ടി നയന നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് നയനെ പൊക്കിയെടുത്ത് കറക്കുന്നുണ്ട്. ഈ ആദർശമായിട്ട് ആരെല്ലാം കാണും ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് നയനയും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടി ആദർശം അഭിനയിക്കുന്നതാണ്. അതൊന്നും അറിയാതെ പാവം നയന ആദർശനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറി. ഇതുപോലുള്ള അപ്കമിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മുടെ ചാനൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.